ഹായ് നമസ്കാരം, ഞാൻ ദിലീപ് ടാക്സിയാണ്. അപ്പോൾ രാവിലെ ഞാൻ കൊടുമണ്ണ് വഴി പത്തനംതിട്ടയിലേക്കുള്ളൊരു യാത്രയിലാണ്. നല്ല മഴ. പത്തനംതിട്ടയിലെ ആ വയലും ഒക്കെ ഉള്ള ഭാഗം എത്തിയപ്പോൾ ആ മഴ പെയ്യുന്ന കാണാൻ വളരെ ഭംഗിയുണ്ടായിരുന്നു. നമ്മളങ്ങനെ പത്തനംതിട്ടയിലേക്ക് ഇങ്ങനെ ആ പുതിയ റോഡ് വഴി പോവുകയാണ്. നല്ല മഴയാണ് ഇപ്പോൾ ഇവിടെ. രാവിലെ ആ മഴയും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ചെറിയൊരു ഇളം വെയിലും ഒക്കെ ഉണ്ട്. ഇങ്ങനെ ചെറുതായിട്ട് വെയിലുള്ളത് കൊണ്ട് തന്നെ ചെറിയൊരു പ്രസന്നതയുണ്ട്. എനിക്ക് മഴയത്ത് ഡ്രൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷെ നമുക്ക് ചില റോഡുകൾ സ്ലിപ്പറി ആവുന്ന സമയത്ത് ചില വാഹനങ്ങൾ ടയറൊക്കെ മോശമാണെങ്കിൽ ബുദ്ധിമുട്ടാവാറുണ്ട്. പക്ഷെ ഞാനൊന്നും അങ്ങനെ ഓവർ സ്പീഡിന് മഴയത്ത് വണ്ടി ഓടിക്കാറില്ല. മാക്സിമം വളരെ ശ്രദ്ധിച്ച് മാത്രമേ മഴ സമയത്ത് അല്ലാത്തപ്പോഴും മഴ സമയത്ത് കുറച്ചും കൂടെ ശ്രദ്ധിച്ച് വളരെ സ്പീഡ് കുറച്ചൊക്കെ പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി ഇതുവരെയും സ്ലിപ്പായതായിട്ടൊന്നും എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടേ ഇല്ല. വളരെ പതിയെ വാഹനം ഓടിക്കാനാണ് ശ്രമിക്കാറ്. എന്നാലേ നമുക്ക് മഴയൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പം മഴ തോർന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ ചന്ദനപ്പള്ളി ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നല്ല വീതിയിലാണല്ലോ പുതിയ റോഡ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ നമ്മുടെ ടാക്സി വണ്ടിയുടെ ക്ഷേമനിധി അടയ്ക്കാൻ വേണ്ടി പത്തനംതിട്ട ജില്ലാ ക്ഷേമനിധി ഓഫീസിലേക്ക് പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പോയിരുന്നപ്പോൾ അവർക്ക് വണ്ടി എന്നുമല്ല ടാക്സി ആക്കിയത്. അപ്പോൾ നേരത്തെ ഈ വണ്ടി യു-പിയിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന വണ്ടിയാണ്. നമ്മുടെ സുഹൃത്തിൻ്റെ നമ്മൾ വാങ്ങിയതാണ്. അപ്പോൾ യു-പിയിൽ നിന്ന് കൊണ്ടുവന്ന വാഹനമായിരുന്നു. അപ്പോൾ ടാക്സി ഇവിടെ എന്നുമുതലാക്കിയെന്ന് ആർ.ടി ഓഫീസിൽ നിന്നൊരു സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ തിരിച്ച് ആർ.ടി ഓഫീസിൽ പോയി അവിടുത്തെ സർട്ടിഫിക്കറ്റൊക്കെ റെഡിയാക്കി ഇന്ന് വീണ്ടും നമ്മൾ ക്ഷേമനിധി ഓഫീസിലേക്ക് പോവുകയാണ്. നമ്മുടെ ടാക്സി ഓടിക്കുന്ന എല്ലാ ഡ്രൈവർമാർക്കും ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു വെൽഫെയർ ഫണ്ടാണ് ഈ ക്ഷേമനിധി ബോർഡ് എന്ന് പറയുന്നത്. അതായത് പെൻഷൻ 60 വയസ്സ് കഴിഞ്ഞവർക്ക്, തൊഴിലാളികൾക്ക്, ഡ്രൈവർമാരായിട്ടുള്ള തൊഴിലാളികൾക്കും ബന്ധപ്പെട്ട ഈ മോട്ടോർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പെൻഷനൊക്കെ കിട്ടുന്ന ഒരു സംവിധാനമാണ് ഈ കേരള മോട്ടോർ ക്ഷേമനിധി ബോർഡ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ മാസം ഒരു നിശ്ചിത തുക അടയ്ക്കണം. വാഹന ഉടമ അടയ്ക്കണം, ഡ്രൈവറും അടയ്ക്കണം. അങ്ങനെ അങ്ങോട്ട് എടുത്തതിന് ശേഷം അപ്പോൾ നമുക്ക് 60 വയസ്സ് കഴിയുമ്പോഴത്തേന് ഏതാണ്ട് ഒരു 9 വർഷം 8 വർഷം കണ്ട് മിനിമം അടച്ചിരിക്കണം ഒരു അംഗത്വമായ ഒരു ഡ്രൈവർ തൊഴിലാളി. അപ്പോൾ നമുക്ക് പെൻഷനുണ്ട്. മിനിമം ഓട്ടോറിക്ഷ ഓടിക്കുന്നവർക്ക് തന്നെ ഓരോ കാറ്റഗറി, ഓട്ടോറിക്ഷ, ടാക്സി, ഹെവി വെഹിക്കിൾസ് ഓടിക്കുന്നവർക്ക് പല റേറ്റിലാണ് അവർ പെൻഷൻ കൊടുക്കുന്നത്. മിനിമം 2500 രൂപ എങ്ങാണ്ടോ പെൻഷൻ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് നമുക്കിനി പഴയ പെൻഷനെ കിട്ടുന്ന കാലത്ത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ രാവിലെ ക്ഷേമനിധി ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദനപ്പള്ളി കഴിഞ്ഞിട്ടുണ്ട്. റോഡ് അതിമനോഹരമായിട്ട് പണിഞ്ഞിരിക്കുന്ന റോഡാണല്ലോ. അതുകൊണ്ട് തന്നെ വളരെ നമ്മൾ സ്മൂത്തായിട്ടുള്ള ഡ്രൈവിംഗ് കംഫർട്ട് കിട്ടുന്നുണ്ട്. നമ്മളിപ്പം പോകുന്ന ഒരു 55 കിലോമീറ്റർ സ്പീഡിലാണ്. ഈ സ്റ്റേറ്റ് ഹൈവേ പോലുള്ള ഇതേപോലുള്ള റോഡുകളിൽ നമുക്ക് ശരിക്കും ഒരു 70 വരെ 80-നകത്തൊക്കെ പോകാമെന്നാണ് എൻ്റെ ഒരു അറിവ്. വളരെ സ്പീഡ് കുറച്ച് 60 താഴെയാണ് പോകുന്നത്. ഇങ്ങനെ ഈ ബസ്സൊക്കെ ഈ വളവിനൊക്കെ നിർത്തിയിട്ടിട്ട് ആളെ കയറ്റുക എന്ന് പറഞ്ഞാൽ ഒരു അപകടകരമായ ഒരു സംവിധാനമാണ്. നമ്മൾ വണ്ടി നിർത്തിയിട്ടിരുന്ന വണ്ടി വീഡിയോ ഓണാക്കിയതിന് ശേഷമാണ് ഞാൻ ഈ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. ഇത് ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ് ഫോണ്, വീഡിയോ എടുക്കുന്ന ഫോണ്. അല്ല, ഞാൻ കയ്യിലൊന്നും വെച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്നതല്ല ഡ്രൈവ് ചെയ്യുമ്പോൾ. ഇവിടെയൊക്കെ നല്ല വീതിയുണ്ട്. നേരത്തെ വളരെ ഇടുങ്ങിയ റോഡായിരുന്നു ഈ ഭാഗത്തൊക്കെ. നമ്മൾ ചന്ദനപ്പള്ളി കഴിഞ്ഞ വയലൊക്കെ എത്തുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ വളരെ ഇടുങ്ങിയ ഒരു റോഡായിരുന്നു. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല വീതി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറികടന്ന് വരുന്ന ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾക്കൊക്കെ നല്ല ഫ്രീ ആയിട്ട് പോകാൻ പറ്റും.
റോഡിലേക്ക് വന്ന് കയറുകയാണ്. കൈപ്പട്ടൂർ തട്ട വഴി അണ്ടൂരേക്ക് പോകുന്ന റോഡിലേക്ക് വന്ന് കയറുകയാണ്. അത് കഴിയുമ്പോൾ നമ്മൾ പത്തനംതിട്ട റോഡ്, അടൂർ തട്ട വഴിയുള്ള പത്തനംതിട്ട റോഡിലൂടെ കയറി പത്തനംതിട്ടയിലേക്ക് പോവുകയാണ്. നമ്മൾ ആ തട്ട പത്തനംതിട്ട റോഡിനെക്കാട്ടിലും വീതി ഉണ്ടെന്ന് തോന്നുന്നു നമ്മളെ ഈ പുതിയതായിട്ട് പണിഞ്ഞ കൈപ്പട്ടൂർ കൊടുമൺ ഏഴംകുളം റോഡിന്. അതിനൊന്നും സൈഡിലേക്ക് ഇത്രയും പാർക്കിംഗ് ഏരിയ പോലുള്ള സ്പേസ് ഇല്ല. ഇവിടെ ഒരു ചെറിയ അപകട മേഖലയാണ് ഇവിടെ, ഈ റെന്റ് റോഡ് വന്ന് ചേരുന്ന ഭാഗം. അങ്ങനെ ശ്രദ്ധിച്ചാൽ അപകടമില്ലാതെ എല്ലാവർക്കും വാഹനം ഓടിക്കാൻ പറ്റുന്ന ഒരു ജംഗ്ഷൻ തന്നെയാണിത്. ഒരു അപകടകരമായ രീതിയിൽ ഒരു ലോറി ഒരു കാറിനെ മറികടന്ന് വരികയായിരുന്നത്. വീണ്ടും മഴ തുടങ്ങിയിരിക്കുകയാണ്. നമ്മളിപ്പം കൈപ്പട്ടൂർ പാലം കയറാൻ പോവുകയാണ്. വീണ്ടും നല്ല മഴ വരുന്നു. വൈപ്പർ അപ്പോൾ ഒന്ന് ഫസ്റ്റ് മൂഡിലേക്ക് ഇട്ടു. കണ്ട ഇവിടെ കണ്ട പാലത്തിന് കറക്റ്റ് ഒരു വാഹനത്തിന് 2 വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള കറക്റ്റ് വീതിയുള്ളൂ. പഴയ പാലമല്ലേ. ഈ പാലം കയറി ഇങ്ങോട്ട് വരുമ്പോഴാണ് നമ്മളെ വയനാടൻ തട്ടുകട. ഇതിലേ പോകുന്നവർക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അവിടുത്തെ വെറൈറ്റിയാണ് അവിടുത്തെ സ്നാക്സൊക്കെ, നാടൻ ചെറുകടികൾ. പക്ഷേ കുറച്ചും കൂടെയൊക്കെ മലബാർ സ്റ്റൈലിലുള്ള. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ്, ഈ ടെമ്പോ കിടക്കുന്നതിൻ്റെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഈ വയനാടൻ തട്ടുകട. ഇതിലേ പോയാൽ മിക്കവാറുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. ഇവിടെ കയറി ചായ കുടിച്ചിട്ടുണ്ടാവും. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു കടയാണത്. നമ്മളിപ്പോൾ ഓമല്ലൂരിലേക്ക് വരികയാണ്. ഓമല്ലൂർ ചന്ത ആ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഓമല്ലൂർ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ ലൈവായിട്ടാണ് ഈ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. വീഡിയോ എടുക്കുമ്പം തന്നെ ലൈവായിട്ട് വോയിസും കൊടുത്തു പോവുകയാണ്. എത്രത്തോളം അതിനകത്ത് ശരിയാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ അല്ലെങ്കിൽ വോയിസിന് ശബ്ദകരോ ഉണ്ടെങ്കിലൊക്കെ ക്ഷമിക്കുക. രാവിലെ ഈ മഴ കണ്ടപ്പോൾ, മഴയുടെ ഭംഗി കണ്ടപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്ത് തുടങ്ങിയാണ്. പൊതുവെ ഇപ്പം ഞാനിപ്പോൾ വീഡിയോ അങ്ങനെ എടുത്ത് ഇടാറില്ല നമ്മുടെ യൂട്യൂബിലൊന്നും. നല്ല കനത്ത തുള്ളികളാണ് വീഴുന്നത്, നല്ല ശബ്ദമുണ്ട് വണ്ടിയുടെ മുകളിൽ. എന്താ പറയുന്ന മഴ വീഴുന്നത്. ഈ മഴയെന്ന് പറയുന്നത് നമുക്ക് കുറേ നൊസ്റ്റാൾജിക്കായിട്ടുള്ള ഓർമ്മകൾ ഒക്കെ തരുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ മഴയെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും കാണില്ല. നമ്മുടെ നമുക്ക് മഴ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് ജൂൺ മാസത്തിലൊക്കെ സ്കൂളിൽ പോകുന്നതും പണ്ടൊന്നും എൻ്റെയൊക്കെ ചെറുപ്പത്തിലാണെങ്കിലും കുട പോലും ഇല്ലാതെ പോയിട്ടുള്ളതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വലിയ വാഴയിലയൊക്കെ വെട്ടി വെച്ചുകൊണ്ടും വലിയ ചേമ്പലയൊക്കെ പിടിച്ചുകൊണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പോയിട്ട് ഓർമ്മയുണ്ട് എനിക്ക്. അന്നൊക്കെയെന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒന്നും കുടയൊന്നും വാങ്ങിക്കാനുള്ള എല്ലാ വീട്ടിലും കുട കാണത്തില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വർഷം ആ വീട്ടിൽ നിന്ന് വാങ്ങിച്ചു തരില്ല. അങ്ങനെയൊക്കെയാണല്ലോ. എങ്ങനെയെങ്കിലും ഒരു വർഷത്തിൽ പുതുവർഷം തുടങ്ങുമ്പോൾ ഒരു കുട വാങ്ങി തരും, അത് നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് കളയും. അത് കഴിഞ്ഞാൽ പിന്നെ പണിഷ്മെൻറ്റാണ്, കുടയില്ലാതെ പോകണം. പിന്നെ വാഴയിലെയും ചേമ്പലയൊക്കെ തന്നെ ചേർക്കും. ഇപ്പോൾ ഈ മഴ കാണുമ്പോൾ നമുക്ക് അതൊക്കെയാണ് ഓർമ്മ വരുന്നത് ശരിക്കും. കുട്ടിക്കാലവും നനഞ്ഞോണ്ട് നിക്കറൊക്കെ ഇട്ടുകൊണ്ട് നനഞ്ഞോണ്ട് സ്കൂളിൽ പോയതും ചെളിവെള്ളം എവിടെയെങ്കിലും കണ്ടാൽ അതിനകത്ത് പോയി ചാടി തെറിപ്പിക്കുന്നതും. ചെളിവെള്ളം എവിടെയെങ്കിലും വെള്ളം കിടക്കുന്നുണ്ടെങ്കിൽ അതിൽ കൂടെ നമുക്ക് കയറാതെ പോകാൻ പറ്റില്ല, എന്നാലേ ഒരു സമാധാനം കിട്ടും. നമ്മളിപ്പോൾ ഓമല്ലൂർ ജംഗ്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഓമല്ലൂർ കഴിഞ്ഞു കോളേജ് ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ് പത്തനംതിട്ട. നമ്മുടെ ക്ഷേമതി ഓഫീസ് വരുന്നത് പഴയ കണിക്കനയത്തിൻ്റെ അവിടെ. അതായത് നമ്മൾ നേരെ പത്തനംതിട്ടയിലേക്ക് ചെന്നിട്ട് നമ്മൾ വൺ വേ തിരിയത്തില്ലേ ജനറൽ ഹോസ്പിറ്റലിൻ്റെ അങ്ങോട്ട് പോകുന്നതിൻ്റെ ആ റൈറ്റ് സൈഡിലാണ് വരുന്നത്.
കരിക്കിനേത്തിൻ്റെ അവിടെ ആയിട്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ക്ഷേമതി അടയ്ക്കുക, തിരിച്ച് വീട്ടിലേക്ക് പോരുക. ഇനി എന്തൊക്കെയാണ് സംഭവങ്ങളെന്ന് ഇന്ന് ചിലപ്പോഴേ അറിയത്തുള്ളൂ. നമ്മളിപ്പോൾ പത്തനംതിട്ട സിഗ്നലിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളെ പുതിയ ചർച്ച് ഉള്ള ആ സിഗ്നലാണിത്. വണ്ടി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ഇനി നടന്നു പോകണം. അപ്പോൾ ഓക്കെ, എന്താ മംഗോസ് എന്താ അല്ലേ? ഇത് 1 കിലോ. ഇത് 300 വലുതല്ലേ? ഇത് 300. ഇത് 240. റംബുട്ടാനോ? 200. കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് 1 കിലോ മാങ്കോസ്റ്റിനൊക്കെ വാങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോരുകയാണ്. ഈ മാങ്കോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥകളിലും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമൊക്കെ പറയുമ്പോഴെല്ലാം നമ്മൾ കേൾക്കുന്ന ഒരു വേർഡാണ് ഈ മാങ്കോസ്റ്റിൻ. മാങ്കോസ്റ്റിൻ മരച്ചുവട്ടിലിരുന്നായിരുന്നു അദ്ദേഹം കഥകൾ എഴുതുന്നതും അദ്ദേഹത്തിൻ്റെ ഒഴിവ് സമയങ്ങളൊക്കെ ചെലവഴിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഓർമ്മകളും കൂടെ ഉണ്ട് ഈ മാങ്കോസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ. നമുക്കെല്ലാം ഇഷ്ടപ്പെട്ടൊരു കഥാകൃത്താണല്ലോ ഈ വൈക്കം മുഹമ്മദ് ബഷീർ. പക്ഷേ ഈ പഴം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ കുടംപുളി മുതലൊക്കെ ഇരിക്കും ഇത്. ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ക്ഷേമതിയൊക്കെ അടച്ചു. ക്ഷേമതി ഓഫീസിൻ്റെ തൊട്ട് ഫ്രണ്ടിലോട്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ തന്നെ കൊണ്ട് അടച്ചു. അത് കഴിഞ്ഞ് നമ്മൾ അതിനടുത്തുള്ള അക്ഷയ കയറി ടാക്സൊക്കെ അടച്ച് നമ്മൾ നമ്മുടെ ഇന്നോവയുടെ ആയിരുന്നു ഈ ക്ഷേമതി ടാക്സ് അടയ്ക്കാൻ പോയത്. അങ്ങനെ നമ്മൾ തിരിച്ച് തേണ്ട ഓമല്ലൂർ വഴി തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദിലീപ് ടാക്സി അടൂ. ഓക്കെ.